ഓക്കെ. അപ്പോൾ ജേണലിൽ നമുക്ക് 2 ആസ്പെക്ട്സുകളുണ്ട്. ഇതൊക്കെയാണ് ഡെബിറ്റും അല്ലേ, ക്രെഡിറ്റും അല്ലെങ്കിൽ ഗിവിങ്ങും റിസീവിങ്ങും അല്ലേ. ആ 2 സൈഡിലുള്ള കോളത്തെ ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും 2 സൈഡുകൾ ഉണ്ടാകും. അതാണ് ഗിവിങ്ങും ആൻഡ് റിസീവിങ്ങും കേട്ടോ. ഇതാണ് ഡുവൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. അത്രയാണ് ജേണലിന് ഫസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഫോംസ് ഓഫ് ദ ജേണൽ. അതിൽ നമുക്കറിയാം അല്ലേ, ഫോർമാറ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കോളം എന്താണ്? ഡേറ്റ്, ദെൻ അതുപോലെ പർട്ടിക്കുലർ, ദെൻ LF, ദെൻ ഡെബിറ്റ്, ക്രെഡിറ്റ് അല്ലേ. 2 എമൗണ്ട് കോളം ഉണ്ടല്ലോ. ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെബിറ്റ് സൈഡ് ആണെങ്കിലും ക്രെഡിറ്റ് സൈഡ് ആണെങ്കിലും കൊടുത്തതും വാങ്ങിയതും സെയിം എമൗണ്ട് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തതാണെങ്കിലും ഇങ്ങോട്ട് വാങ്ങിയതാണെങ്കിലും എന്താണ്, സെയിം എമൗണ്ട് ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് ചെയ്യുക ഒന്നാമത്തെ. ഇനി ഇതിൽ തന്നെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ജേണൽ ഈസ് പ്രൊവൈഡഡ് 5 കോളംസ് ആണുള്ളത്. ദെൻ അതിൽ റെക്കോർഡിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോളം 1 പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡേറ്റ് ആണ്. ഇയർ, മന്ത്, ഡേറ്റ് ഇത്രയും ഭാഗം അതിൽ വേണമെന്ന് നിർബന്ധമാണ്. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇയർ തന്നെ. നമ്മൾ എവറി ട്രാൻസാക്ഷൻസുകൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഇയർ, മന്ത്, ഡേറ്റ് ഈ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ. ഇനി 2 or more ട്രാൻസാക്ഷൻ ഹാവ് ടേക്കൻ പ്ലേസ് ഓൺ ദ സെയിം ഡേ ആണെങ്കിൽ ഡിറ്റോ മാർക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഡിറ്റോ മാർക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. 2 ട്രാൻസാക്ഷൻസ്, 2 or more ട്രാൻസാക്ഷൻ, 2 അതിലധികമോ ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരേ സെയിം ഡേറ്റിലാണെങ്കിൽ നമ്മൾ ഡിറ്റോ മാർക്ക് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോളമാണ്. ഇത് രണ്ടാമത്തെ കോളം എന്താണ്? പർട്ടിക്കുലറാണ് കേട്ടോ. സെക്കൻഡ് കോളം പർട്ടിക്കുലറാണ്. പർട്ടിക്കുലർ കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രാൻസാക്ഷൻസുകളാണ് അവിടെ കൊടുക്കുന്നത്. 2 അക്കൗണ്ട്സുകളിൽ വരുന്ന ട്രാൻസാക്ഷൻസുകളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. നമുക്കിനി എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ അവിടെയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ കോളത്തിലാണ് നമ്മൾ ജേണലായിട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടും നമുക്ക് ക്യാഷ് കൊടുത്തപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്, ആ കിട്ടിയതും നമ്മൾ എഴുതണം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, സാധനം നമുക്ക് ഗുഡ്സ് നമുക്ക് കിട്ടിയെന്ന് പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ കോളത്തിലാണ് അത് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഡേറ്റും അതുപോലെ ഡേയും മന്തും എഴുതിയ ശേഷം സെക്കൻഡ് കോളത്തിൽ എന്ത് ട്രാൻസാക്ഷനാണോ അവിടെ നടന്നത് ആ ട്രാൻസാക്ഷൻ അതുപോലെ എഴുതുക. ഇനി ആ ട്രാൻസാക്ഷൻസിൽ തന്നെ നമ്മൾ നരേഷനായിട്ട് കൊടുക്കണം. നരേഷൻ മീൻസ് ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്താണ്. ഇപ്പോൾ എക്സാമ്പിൾ ബീയിങ് സെയിൽസ്, ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ് അല്ലേ. ഗുഡ്സ് സെയിൽ ചെയ്തു, ക്യാഷിൽ നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഭാഗം ബീയിങ് ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ് എന്ന് നരേഷനായി കൊടുക്കണം. അതിൻ്റെ ജേണൽ എങ്ങനെയായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് അക്കൗണ്ട് അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ജേണൽ വരുന്നത്. ക്യാഷിന് നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് വാങ്ങി എന്നുള്ളതാണ് അല്ലേ. ഗുഡ്സ് വിറ്റു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് നമുക്ക് ക്യാഷ് കിട്ടി, ഗുഡ്സ് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഭാഗം പർട്ടിക്കുലർ കോളത്തിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്യേണ്ടത്. എന്താണോ ട്രാൻസാക്ഷൻ നടന്നത് അത് നമ്മൾ എഴുതേണ്ടത് സെക്കൻഡ് കോളത്തിലാണ്. പർട്ടിക്കുലർ കോളമാണ് അതിനെ പറയുന്നത്. റെക്കോർഡിംഗ് ദ നെയിംസ് 2 അക്കൗണ്ട്സ്, അഥവാ 2 അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ. ഒരാൾ കൊടുത്തതും ഒരാൾക്ക് കിട്ടിയതും ഉണ്ടാവുമല്ലോ. ആ 2 അക്കൗണ്ട്സുകൾ ഇൻവോൾവ് ആക്കണം. അതിൽ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ എഴുതാൻ വേണം. മീൻസ് നരേഷനായിട്ട് അതിൽ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. സോൾഡ് ഗുഡ്സ് ഫോർ എ ക്യാഷ് 5000 മെയ് 2 2018 അല്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കണ്ടില്ലേ, ആ ഒരു എക്സാമ്പിൾ നോക്ക് അല്ലേ, മനസ്സിലായില്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് അക്കൗണ്ട്, ബീയിങ് ക്യാഷ് സെയിൽസ് ഓഫ് ഗുഡ്സ് നരേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 500 രൂപയാണ്. 500 രൂപ ക്രെഡിറ്റും ഡെബിറ്റും സെയിം ആയിട്ട് എമൗണ്ടായിട്ട് നമ്മൾ കിട്ടണം. ഓക്കെ.
ഇനി തേർഡ് കോളത്തിൽ പറഞ്ഞിട്ടുള്ളത് ലെഡ്ജർ ഫോളിയോ, LF നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. LFൻ്റെ മീനിങ് എന്താണ്? ഫുൾ ഫോം ലെഡ്ജർ ഫോളിയോ കോളമാണ്. ലെഡ്ജർ ഫോളിയോ ആണ് കേട്ടോ. ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ടിൽ ഈ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ട് ഏത് പേജിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ലെഡ്ജർ അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെഡ്ജർ ഫോളിയോ കൊണ്ട് അതാരും മെൻഷൻ ചെയ്യാറില്ല. എന്നാൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പേജ് നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് നോക്കണമല്ലോ. സോ അവിടെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സിൽ ഏത് പേജ് നമ്പറിലാണോ ഉള്ളത് ആ പേജ് നമ്പർ എഴുതി കൊടുക്കാനാണ് LF ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോളം 4ഉം 5ഉം ആണ്. എമൗണ്ട് കോളംസുകളാണ് ഇതിനെ പറയുന്നത്. കോളം 4ൽ പറയുന്നത് ഡെബിറ്റ് കോളമാണ്. അതുപോലെ കോളം 5 ക്രെഡിറ്റ് കോളമാണ്, ക്രെഡിറ്റ് എമൗണ്ട് കോളമാണ്. ദ എമൗണ്ട് ടു ബി ഡെബിറ്റഡ് എൻ്റർ ഡെബിറ്റ് എമൗണ്ട് എഗെയിൻസ്റ്റ് നെയിം ഓഫ് അക്കൗണ്ട്സ്. ദെൻ അതുപോലെ എമൗണ്ട് ക്രെഡിറ്റ് എൻ്റർ ദ ക്രെഡിറ്റ് എമൗണ്ട് കോളം എഗെയിൻസ്റ്റ് ദ നെയിം ഓഫ് അക്കൗണ്ട്. ഈക്വൽ ബോത്ത് എമൗണ്ട് വിൽ ഓൾവേസ് ബി ഈക്വൽ. രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇത് എത്രയാണ് മുമ്പത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സ്റ്റെപ്സ് ഇൻ ജേർണലൈസിങ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ ജേർണലൈസിങ് ചെയ്യുമ്പോൾ? ജേർണലൈസിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് കേട്ടോ. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുമല്ലോ, ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ജേർണലൈസിങ് എന്ന് പറയുന്നത്. അതിനുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ റെക്കോർഡിങ് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻ ദ ജേർണൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ദ എൻട്രി പർട്ടിക്കുലർ കോളംസ് അല്ലേ. നമ്മൾ പർട്ടിക്കുലർ കോളത്തിലാണ് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ജേർണൽസുകൾ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കാറുള്ളത്. ദെൻ അതുപോലെ അതിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കോളത്തിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള പ്രോബ്ലംസുകൾ ചെയ്യാം. എമൗണ്ടും കാര്യമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാറുള്ളത്. ഫസ്റ്റിലി നമ്മൾ ചെയ്യുന്ന കാര്യം സ്റ്റെപ്സുകൾ നോക്കാം. Take up a transaction 1 by read and analyze transaction carefully from business entity point view the identity of a two accounts that being affected by the transaction. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷൻസുകൾ കെയർഫുള്ളായിട്ട് നമ്മൾ റീഡ് ചെയ്തിട്ട് അതിൻ്റെ ബിസിനസ്സിൻ്റെ ആ ഒരു എൻറ്റിറ്റി പോയിൻറ്റ്സിൽ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. 1 by 1 ആയിട്ട് റീഡ് ചെയ്യുക, ദെൻ അനലൈസ് ചെയ്യാം. ദെൻ അതുപോലെ ആ ഒരു റീഡ് ചെയ്യുക. എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്? ബിസിനസ്സിൻ്റെ വ്യൂ പോയിൻറ്റ്സിൽ നിന്നിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയോ നമ്മുടെ അടുത്ത് നിന്ന് പോയോ എന്നുള്ളതല്ല കേട്ടോ. ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ ആ വ്യൂ പോയിൻറ്റ്സിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ബിസിനസ്സിന് എന്താണ് കിട്ടിയത്, ബിസിനസ്സിൽ നിന്ന് എന്താണ് കൊടുത്തിട്ടുള്ളത്, അതാണ് അവിടെ നമ്മൾ റീഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, യു ആർ അവെയർ ദ ഇൻ accounts have been classified in a personal real and nominal accounts. നമ്മളിങ്ങനെ അവിടെ നടന്ന ട്രാൻസാക്ഷൻസുകൾ നോമിനലാണോ റിയൽ ആണോ, ദെൻ അതുപോലെ പേഴ്സണൽ ആണോ റിയൽ ആണോ നോമിനൽ ആണോ എന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തണം. മനസ്സിലായോ? പേഴ്സണൽ എന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട്, റിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റുമായി ബന്ധപ്പെട്ടത്, നോമിനൽ പറഞ്ഞാൽ ഇൻകം എക്സ്പെൻസും റവന്യൂ ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി നിർത്തുക, ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റുക, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഹെഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെഡ്ജറിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈച്ച് ക്ലാസ് അക്കൗണ്ട്സ് ഹിസ് ഓൺ റൂൾസ് ഓഫ് എ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇതിൻ്റെ ഓരോ ക്ലാസ് ഓഫ് അക്കൗണ്ട്സുകൾ ഇപ്പോൾ പറഞ്ഞില്ലേ, അതിൻ്റെ കേസിൽ ഈ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും റൂൾസ് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ അക്കൗണ്ട്സ് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, അതുപോലെ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യുക, ഏതാണുള്ളത് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്സും നമുക്ക് എന്താണ്
നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യുമ്പോഴും നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞതിൽ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. സോൾഡ് ഗുഡ്സിനെ ശരൺ ബ്രദർ ഓൺ ക്രെഡിറ്റ് ₹500 രൂപ അല്ലേ, 500 ഓൺ January 3, 2018. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക, ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റാണ് അല്ലേ. ഗുഡ്സ് സെയിൽ ചെയ്തു, ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തത് അല്ലേ. ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തത് എങ്കിൽ അവിടെ നമ്മൾ ക്യാഷ് ആണോ, അല്ല, ആളെ പേരാണ് നമ്മൾ കൊടുക്കുക അവിടെ അല്ലേ. അവിടെ ആളെ പേരാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എഴുതി കൊടുക്കാറുള്ളൂ. ക്രെഡിറ്റിനാണെങ്കിൽ ആരാണോ ആ ക്രെഡിറ്റിന് വാങ്ങിച്ച ആളെ പേരാണ് കൊടുക്കുക കേട്ടോ. ദെൻ അതുപോലെ അതിൽ ഗിവിങ് നോക്കുക. ഇൻ ദ കേസിൽ റിസീവിങ് ആസ്പെക്റ്റ് ശരൺ ബ്രദേഴ്സാണ് എന്ത് ഗുഡ്സ് റിസീവ് ചെയ്തത്. ഗിവിങ് ആക്സെപ്റ്റ് അല്ലേ ആസ്പെക്ട്സ് ഇൻ ഗുഡ്സ് ഗോസ് ഔട്ട് മീൻസ് ശരൺ ബ്രദേഴ്സാണ് അത് റിസീവ് ചെയ്തത് അല്ലേ. അതിൽ റിസീവിങ് ആസ്പെക്റ്റ് ശരൺ വാങ്ങിച്ചു, പിന്നെ ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത് അല്ലേ. എന്താ വാങ്ങിച്ചത്, ഗുഡ്സാണ് വാങ്ങിച്ചത് എന്നുള്ളതാണ്. സോറി, വിറ്റത് കേട്ടോ, വാങ്ങിച്ചതല്ല, പർച്ചേസ് അല്ല, സെയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കടത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ശരണ് അത് സോൾഡ് ചെയ്തത്, വിറ്റതാണ് കേട്ടോ, മനസ്സിലാക്കണേ, വിറ്റത്. അപ്പോൾ ഗുഡ്സാണ് വിറ്റത്, ശരണാണ് കൊടുത്തത് അല്ലേ. സോറി, ശരണ് റിസീവ് ചെയ്തു, ഗുഡ്സ് എന്ത് ചെയ്തു, ഗിവിങ് ആയി. ഓക്കെ, അത് ക്രെഡിറ്റിനാണ് പോയതുകൊണ്ടാണ് അവിടെ ശരണിൻ്റെ പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ക്ലാസിഫൈ അക്കൗണ്ട്, ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്പ് വേർ ദ ശരൺ ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഇന്നെ പേഴ്സണൽ അക്കൗണ്ട് അല്ലേ. പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. നോമിനലാണോ റിയൽ ആണോ പേഴ്സണൽ ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ശരൺ ബ്രദേഴ്സ് അക്കൗണ്ട്സ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ ഗുഡ്സ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട്സ് ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടി ആണല്ലോ, ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ ഗുഡ്സ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലും മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി പേഴ്സണൽ അക്കൗണ്ട്സ് ഡെബിറ്റ്. പേഴ്സണൽ അക്കൗണ്ട്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക. ഡെബിറ്റ് റിസീവ്ഡ് ആൻഡ് ക്രെഡിറ്റ് ഗിവർ അല്ലേ. അപ്പോൾ ഇവിടെ ആരാണ് റിസീവ് ചെയ്തത് ആരാണ്, വിറ്റ് അല്ലേ. റിസീവ് ചെയ്തത് ശരണാണ്. അപ്പോൾ ശരൺ ഡെപ്റ്റഡ് ടു എന്താണ് കൊടുത്തത്, ഗിവിങ് ഇല്ലേ, മീൻസ് ഗുഡ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരൺ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഗുഡ്സ് അക്കൗണ്ട്. എത്ര രൂപക്കാണ്, 500 രൂപക്കാണ്. അപ്പോൾ 500 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടം, ഒരാൾ കൊടുക്കാനും ഉണ്ട്, ഒരാൾ വാങ്ങാനും ഉണ്ട്. മീൻസ് ഗുഡ്സ് അക്കൗണ്ട്സിൽ എന്താണ് 500 രൂപൻ്റെ ഗുഡ്സ് അവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ശരണിൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ കൊടുക്കാനും ഉണ്ട്. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്